إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പരമകാരുണ്യകനും പ്രപഞ്ചനാഥനുമായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും ജീവിതത്തിന്റെ എല്ലാ കോണുകളിലും ഉൾപ്പെടുത്തി ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ സന്തോഷപൂർവ്വം കണ്ടുമുട്ടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയമനിർദ്ദേശങ്ങളും കൽപ്പനകളുമെല്ലാം കൃത്യമായി സ്വീകരിച്ചുകൊണ്ട് ജീവിക്കേണ്ട ആളുകളാണ് നമ്മളെല്ലാവരും. പ്രവാചകന്റെ കൂടെ ജീവിച്ചിരുന്ന ആളുകളെല്ലാം കാണിച്ചിരുന്ന സൽസ്വഭാവങ്ങളും ഒഴിവാക്കിയിരുന്ന തിന്മകളുമെല്ലാം അതതുപോലെ തന്നെ നമ്മളും പാലിക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായി നമുക്കെല്ലാവർക്കും അറിയാം. പ്രവാചകന്റെ കൂടെ ജീവിച്ച ആളുകൾ പ്രഥമമായും അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച മഹാനായ സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളെ ഓരോരുത്തരെയും എടുത്തു പരിശോധിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തും അദ്ദേഹത്തിന്റെ മരണശേഷവും അവർ അവരുടെ ദീനിൽ കാണിച്ചിരുന്ന സൂക്ഷ്മതകളെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും തന്നെ അവരുടെ അനുയായികളായി ജീവിക്കുന്നവരാണ്. സ്വാഭാവികമായും പ്രിയപ്പെട്ടവരെ, നമ്മെ ഓരോരുത്തരെയും നമ്മൾ ഓരോരുത്തരും പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ എത്ര കണ്ട് നമ്മളെല്ലാം വിജയികളായി മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാനും സാധിക്കും. ഓരോരുത്തരും പ്രകടമായി സമൂഹത്തിൽ ജീവിക്കുന്ന പിക്ചറിലല്ല, ഫ്രെയിമിലല്ല അള്ളാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരിക.
നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാക്ഷി, നമ്മളെ ഓരോരുത്തരുടെയും തഖ്വ, നമ്മളുടെ ഓരോരുത്തരുടെയും ഇഖ്ലാസ് എത്ര കണ്ട് നല്ലതാണ്, എത്ര കണ്ട് മോശമാണ് എന്ന് നമ്മൾ തന്നെ ഒന്ന് വിശദീകരിച്ചാൽ, വിശകലനം ചെയ്താൽ നമുക്കത് കൃത്യമായി അടയാളപ്പെടുത്താനും സാധിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രവും അദ്ദേഹത്തിന്റെ മതബോധവും അദ്ദേഹത്തിന്റെ നിഷ്ഠകളും തന്നെ എടുത്തു പരിശോധിച്ചാൽ, ചർച്ച ചെയ്താൽ, പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എവിടെ കിടക്കുന്നു എന്ന് പരിശോധിക്കാനുള്ള ഒരു ചൂണ്ടുപലകയായി ആ ഒരു ചരിത്രം മാത്രം മതിയാകും. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസായിലെ ആയത്താണ് ഞാൻ അവസാനമായി ഓതി വെച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ 69-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്, വമൻ യുതഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. ആർ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവോ അക്കൂട്ടർ യാതൊരുവരുടെ മേൽ അല്ലാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നുവോ അവരോട് കൂടെയായിരിക്കും. അല്ലാഹുവിനെയും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൃത്യമായി അനുസരിക്കുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലായിരിക്കും. അവർ ആരൊക്കെയാണ് എന്ന് തൊട്ടടുത്ത പടി അല്ലാഹു പറയുന്നുണ്ട്. എന്താണ്? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അവർ നബിമാരും സുദ്ദീഖുകളും ഷഹീദുകളും സ്വാലിഹുകളുമാകുന്ന അനുഗ്രഹീതരുടെ കൂടെ അക്കൂട്ടർ വളരെ നല്ല സുഹൃത്തുക്കളുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള പ്രവാചകന്മാർ, അതിനുശേഷം പ്രവാചകൻ പരിശുദ്ധ ഖുർആനിലെ ആയത്ത് നമുക്ക് ഓതിത്തരുമ്പോൾ രണ്ടാമതായി ഉദ്ധരിച്ചിരിക്കുന്നത് മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന എന്നാണ്. സുദ്ദീഖീങ്ങളായ ആളുകൾ. ആ സുദ്ദീഖീങ്ങളായ ആളുകളിലെ ഒന്നാമത്തെ ആളായിരുന്നു മഹാനായ സഹാബി വര്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇമാം മസ്റൂഖിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ഹുബ്ബു അബൂബക്കറിൻ വ ഉമറ വ മഅരിഫത്തു ഫളിഹാ മിനസ് സുന്ന. അതുപോലെ തന്നെ സലഫുകളിൽ ചിലർ പറഞ്ഞു, ഹുബ്ബു അബൂബക്കറിൻ വ ഉമർ വ ഈമാൻ, ഹുബ്ബു അബൂബക്കറിൻ വ ഉമർ ഈമാനുൻ വ ബുഅ്ദുഹാ കുഫ്റുൻ. അവരെ സ്നേഹിക്കുക എന്നത് ഈമാന്റെ ഭാഗമാണ്. അവരെ റോൾ മോഡലാക്കുക എന്നത് ഈമാന്റെ ഭാഗമാണ്. അവരെങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, അവരെങ്ങനെയായിരുന്നു അവരുടെ സ്വഭാവം, അവരിൽ എന്തൊക്കെയായിരുന്നു അവരെ ആകർഷിച്ച, മറ്റുള്ള ആളുകൾ അവർ ആകർഷിച്ചിരുന്ന സൽസ്വഭാവങ്ങൾ, എന്തൊക്കെ തിന്മകൾ അവർ ഉപേക്ഷിച്ചിരുന്നു എന്നൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതുപോലെ ജീവിക്കാൻ തയ്യാറാകുക എന്നത് ഈമാനുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതാണ് അവന്റെ വിജയത്തിന്റെ നിദാനം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, കാന സലഫു യുഅല്ലിമൂന ഔലാദഹും ഹുബ്ബ അബൂബക്കറിൻ വ ഉമറ കമാ യുഅല്ലിമൂന സൂറത മിനൽ ഖുർആൻ. ഇസ്ലാമിക ചരിത്രത്തിൽ തങ്കലിപികളാൽ പേരെഴുതിയപ്പെട്ടവരിൽ പ്രധാനിയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം അബ്ദുല്ലാഹി ഇബ്നു ഉസ്മാൻ എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉസ്മാൻ. ആ ഉസ്മാൻ എന്ന അദ്ദേഹത്തിന്റെ പിതാവ് അബൂ ഖുഹാഫ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉസ്മാൻ എന്ന ഈ സഹാബി പിന്നീട് അദ്ദേഹത്തിന് അബൂബക്കർ സിദ്ദീഖ് എന്ന വിളിപ്പേരിലാണ് പ്രസിദ്ധനാകുന്നത്. പിന്നീട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ധാർഷ്ട്യതയും സൂക്ഷ്മതയും അദ്ദേഹത്തിന്റെ ഇഖ്ലാസിന്റെ കനവും മനസ്സിലാക്കിയ ഒരു ചരിത്രം പിറവിയെടുത്തപ്പോഴാണ് അദ്ദേഹത്തെ സിദ്ദീഖ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ വിളിച്ചത്. അങ്ങനെയാണ് അദ്ദേഹം അങ്ങനെ സ്ഥാനപ്പേരായി അറിയപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മാതാവ് സൽമ ബീവിയായിരുന്നു. ഉമ്മുൽ ഖൈർ എന്ന അപരനാമത്തിൽ വിളിപ്പേരിൽ അറിയപ്പെട്ട സൽമ. അതേപോലെ ഉസ്മാൻ ദമ്പതികളുടെ മകനാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതം ചരിത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം മെലിഞ്ഞ ശരീരമുള്ള, ഒരു നീണ്ട മൂക്കും ഉള്ളിലേക്ക് താഴ്ന്നുപോയ കണ്ണുകളും നരച്ച താടിയും, മൈലാഞ്ചി കൊണ്ട് ചുവപ്പിച്ച നരച്ച താടിയും, അതേപോലെ മെലിഞ്ഞ തുടകളും, അരയിൽ തുണി നിൽക്കാൻ മാത്രം കഴിയാത്ത വിധം ഒരു മെലിഞ്ഞ മനുഷ്യനായിരുന്നു.
അങ്ങനെയാണ് നിങ്ങളെല്ലാവരും ആ ഒരു ചിത്രത്തിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടാകും. ഒരു മെലിഞ്ഞ മനുഷ്യൻ, കണ്ണുകളൊക്കെ കുറച്ച് ഉള്ളോട്ട് താഴ്ന്ന്, മൂക്കൊക്കെ നീണ്ട്, തന്റെ തുണി അരയിൽ ഒതുങ്ങി നിൽക്കാത്തത്ര മെലിഞ്ഞ കാലുകളൊക്കെയുള്ള ഒരു സഹാബിയായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരുപാട് മഹത്വമുള്ള സഹാബിയായിരുന്നു. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനെന്ന് പരിചയപ്പെടുത്തിയ സഹാബിയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അയ്യുന്നാസി അഹബ്ബു ഇലൈക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. ഒരിക്കൽ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, ജനങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ. എനിക്കിഷ്ടം, ഈ ഭൂമിയിൽ മനുഷ്യരിൽ ഏറ്റവും എനിക്കിഷ്ടം ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അപ്പോൾ അടുത്ത ചോദ്യം വന്നു, ഫഖുൽതു മിനർ റിജാൽ, ആണുങ്ങളിൽ താങ്കൾക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടം? മനുഷ്യന്മാരുടെ ആണുങ്ങളുടെ കൂട്ടത്തിൽ താങ്കൾക്ക് ആരെയാണ് ഇഷ്ടമെന്ന് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂഹ, ഈ ആയിഷ ബീവിയുടെ പിതാവിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചു. സുമ്മൻ, അല്ലാഹുവിന്റെ റസൂലെ, പിന്നെ ആരെയാണ് താങ്കൾക്ക് ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹുമ്മ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നീട് എനിക്കിഷ്ടം ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന് ഈ ഭൂമിയിൽ ഇഷ്ടമുള്ള പുരുഷന്മാരിൽ ഒന്നാമതായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുകയാണ്, എനിക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. സ്ത്രീകളിൽ ഏറ്റവും ഇഷ്ടം അദ്ദേഹത്തിന്റെ മകളായ തന്റെ ഭാര്യ പ്രിയതമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി അബൂബക്കർ സിദ്ദീഖിന്റെ പോരിശയെ അളക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ സാഹിബ് എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത്. ഇല്ലാ തൻസുറുഹു ഫഖദ് നസറഹുല്ലാഹു ഇദ് അഖ്റജഹു അല്ലദീന കഫറു ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا. അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കാനായി ശത്രുക്കൾ ഇറങ്ങിയ ഘട്ടത്തിൽ പ്രവാചകന്റെ കൂടെ ചേർന്ന് നിന്ന റസൂലുള്ളാഹിയിൽ ആദ്യമായി വിശ്വസിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സാഹിബ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുന്നില്ലെങ്കിൽ അള്ളാഹു അദ്ദേഹത്തെ സഹായിക്കുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുക തന്നെ ചെയ്യും. രണ്ടുപേരിൽ ഒരാളായിക്കൊണ്ട് അദ്ദേഹത്തെ ആ അവിശ്വസിച്ചവർ നാട്ടിൽ നിന്ന് പുറത്താക്കിയ സന്ദർഭത്തിൽ, അതായത് രണ്ടുപേരും ആ ഗുഹയിലായിരുന്ന സമയത്ത്, ഫൗർ ഗുഹയെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഫൗർ ഗുഹയിൽ ജീവരക്ഷാർത്ഥം ഒളിച്ചിരിക്കേണ്ടി വന്ന സന്ദർഭത്തിൽ ബേജാറായിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, നമ്മൾ കുടുങ്ങുമോ എന്ന് ചോദിക്കുന്ന ഘട്ടം നമ്മൾ പലതവണ ചരിത്രങ്ങളിൽ വായിച്ചതാണ്, കേട്ടതാണ്. ആ സമയത്ത് വ്യസനിക്കേണ്ടതില്ല, നിശ്ചയമായും ഇന്നല്ലാഹ മഅന, അള്ളാഹു നമ്മളുടെ കൂടെയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് തന്റെ വക മനസ്സമാധാനം ഇറക്കിക്കൊടുക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരുതരം സൈന്യങ്ങളെ കൊണ്ട് അദ്ദേഹത്തെ അവൻ ബലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അവിശ്വസിച്ചവരുടെ വാക്യത്തെ അവൻ ഏറ്റവും താണതാക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ വാക്യം തന്നെയാണ് ഏറ്റവും ഉന്നതമായത്. അള്ളാഹു പ്രതാപശാലിയും അഗാധ ജ്ഞാനുമാകുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വാഹിബ് എന്നാണ് മഹാനായ ഈ സ്വഹാബി വര്യനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. മൂന്നാമതായി സത്യസന്ധൻ എന്ന നിലയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിയായിരുന്നു ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ഒന്നാമതായി പരിചയപ്പെടുത്തപ്പെട്ട സഹാബിയായി ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സായിലേക്ക് പോവുകയും അവിടെ നിന്ന് 7 ആകാശത്തിനപ്പുറത്തേക്കും പോയ ഇസ്രാ മിഅ്റാജ് യാത്രയെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ യാത്രയെക്കുറിച്ച് ചരിത്രം വല്ലാതെ വിശദീകരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രപഞ്ചനാഥനെ പറ്റി പരിചയപ്പെടുത്തിയപ്പോൾ കുറച്ചാളുകൾ വിശ്വസിച്ചു. വലിയൊരു ഭൂരിപക്ഷം വിശ്വസിക്കാതെ റസൂലുള്ളാഹിയെ അവിശ്വസിച്ചുകൊണ്ട് ആക്രമിക്കുന്ന ഒരവസ്ഥയുണ്ടായി. പലരും അദ്ദേഹത്തെ കളിയാക്കുന്ന അവസ്ഥയുണ്ടായി. ഭ്രാന്തനെന്നും
അതേപോലെ തന്നെ ബുദ്ധിയില്ലാത്തവനെന്നും എന്തെങ്കിലുമൊക്കെ പറയുന്ന കളവുകൾ പറയുന്ന ആളാണെന്നും അദ്ദേഹത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുമൊക്കെ പരിചയപ്പെടുത്തിയ വല്ലാത്ത പ്രതിസന്ധി നിലനിൽക്കുന്ന സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു രാത്രിയിൽ ഈ യാത്ര ചെയ്യേണ്ടി വന്നത്. ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് തന്നെ ഒരു രാത്രി മതിയാകാത്ത ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ സാധ്യമല്ലാത്ത, അങ്ങനെ ഒരാൾക്കും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു സമയത്താണ് ഒരേ രാത്രിയിൽ മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് 7 ആകാശങ്ങളും കടന്ന് ഇസ്രാ മിഅ്റാജ് യാത്രയും കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയിരുന്നു, എന്നിട്ട് ഞാൻ ഇന്നതൊക്കെ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ അവരൊക്കെ ചിരിക്കുകയായിരുന്നു. ഇയാൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, ഇയാൾക്ക് എന്താണ് പറ്റിയത് എന്ന നിലയിൽ, ഈ പറയുന്നത് എന്തൊരു വലിയ കളവാണ് എന്ന നിലയിൽ പരിഹസിച്ചുകൊണ്ട് ഈ ആളുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോകുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ്, എന്താണ് നിന്റെ മുഹമ്മദിന് പറ്റിയിട്ടുള്ളത്? എന്തൊക്കെയാ പറഞ്ഞു നടക്കുന്നത്? ഒറ്റ രാത്രി കൊണ്ട് ഒരുപാട് കിലോമീറ്ററുകൾ, 100 കണക്കിന് കിലോമീറ്ററുകൾ ദൂരെയുള്ള ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിൽ പോയെന്നും അതുപോലെ തന്നെ 7 ആകാശവും കടന്ന് പോയി യാത്ര ചെയ്ത് സ്വർഗനരകങ്ങളെല്ലാം കണ്ട് തിരിച്ചു വന്നു എന്നൊക്കെയാണ് ഇപ്പോൾ വിളമ്പുന്നത്. എന്താ ഇത് എന്ന് ചോദിച്ചു. മഹാനായ അബൂബക്കർ സിദ്ദീഖിന്റെ ഒരു പ്രത്യേകത, ഭയങ്കര സൗമ്യനായിരുന്നു. അദ്ദേഹം ചോദിച്ചു, ആരാ ഇത് പറഞ്ഞത് നിങ്ങളോട്? നിന്റെ മുഹമ്മദ്, നിന്റെ ചങ്ങാതി, നിന്റെ നേതാവ്, അവൻ പറഞ്ഞതാണ് എന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ ഏറ്റവും മോശമായിക്കൊണ്ട് സംസാരത്തിൽ വരെ ഒരു ബഹുമാനവും ആദരവും കൽപ്പിക്കാത്ത, കാരണം അവർക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു പോ നിങ്ങളോട്? അതെ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ, ഞങ്ങൾ കേട്ടു, ഞങ്ങളോടാണ് അത് പറഞ്ഞത്. എങ്കിലത് സത്യമാണ്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറയാ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, ഞാനൊന്ന് പഠിക്കട്ടെ എന്നല്ല പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? അതെ എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് സത്യമാണ്, അതിനെപ്പറ്റി ഒരു സംശയവുമില്ലാത്ത വിധം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അദ്ദേഹത്തിന്റെ യാത്രയെ ഒരു സംശയവും കൂടാതെ സത്യപ്പെടുത്തി അദ്ദേഹം. എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ ഒരുപാട് ഗൈബിയായത് അച്ചടിച്ച പോലെ വിശ്വസിച്ച ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് അദ്ദേഹത്തെ നിസ്സംശയം സത്യപ്പെടുത്തിയതിന്റെ പേരിലാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന സിദ്ദീഖ് എന്ന പേര് അങ്ങനെയാണ് വിളിക്കപ്പെട്ടത് എന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹം മാത്രവുമല്ല പ്രിയപ്പെട്ടവരെ, നല്ല ഒരു പ്രബോധകനായിരുന്നു. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബത്തിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സഹാബാക്കളിൽ ശ്രദ്ധിക്കണം, ആ സഹാബാക്കളിൽ ആദ്യമായി എഴുതപ്പെട്ട, ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട പേര് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റേതായിരുന്നു. അത് മാത്രവുമല്ല, ശേഷം പറഞ്ഞ 9 ആളുകളിൽ 6 പേരും ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണക്കാരൻ മഹാനായ ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്ത് മൂലമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രബോധനത്തിൽ നിന്നാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അതുപോലെ സുബൈർ ഇബ്നുൽ അവ്വാം, സഅദ് ഇബ്നു അബി വഖാസ്, തൽഹത്ത് ഇബ്നു ഉബൈദുള്ള, അബൂ ഉബൈദത്തുൽ ജറാഹ്, ഈ സഹാബാക്കൾ ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധനത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനത്തിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരായിരുന്നു. അത്രത്തോളം ഇസ്ലാമിന് ഏറ്റവും വലിയ മുതൽക്കൂട്ടായ ഒരു സഹാബിയായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. ഞാനിങ്ങനെ ഈ ഇദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ, നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെയാണ്, നമ്മൾ എന്തെടുക്കുന്നു, നമ്മളെ കൊണ്ട് ആർക്ക് ഗുണമുണ്ടായി, നമ്മളെ കൊണ്ട് ആരൊക്കെ നന്നായി, നമ്മൾ നാട്ടിൽ എങ്ങനെ അറിയപ്പെടുന്നു, നമ്മൾ നാട്ടിൽ നമ്മൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് എന്താണ്, നാട്ടിലും കുടുംബത്തിലും സമൂഹത്തിലും മാതാപിതാക്കൾക്കിടയിലും മക്കൾക്കിടയിലും പത്നിമാർക്കിടയിലും പ്രീതമക്കിടയിലുമെല്ലാം നമ്മൾ എവിടെ നിൽക്കുന്നു എന്നത് പരിശോധിക്കുക എന്നതാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുമാത്രവുമല്ല പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെയും ഈ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച, വിശ്വസിച്ച ആളുകൾ ആരുടെ കൂട്ടത്തിലായിരിക്കുമെന്ന് എണ്ണുമ്പോഴാണ് അദ്ദേഹം നമ്മളിൽ നിന്ന് എത്ര ദൂരത്ത് നിൽക്കുന്നു എന്ന ദറജയുടെ കാര്യത്തിൽ, സൂക്ഷ്മയുടെ കാര്യത്തിൽ, അതുപോലെ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ, പ്രബോധനത്തിന്റെ കാര്യത്തിൽ, തഖ്വയുടെ കാര്യത്തിൽ നമ്മളിൽ നിന്ന് എത്ര വൈദൂര്യം ഇദ്ദേഹം നിൽക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ഒരുപാട് പ്രവർത്തിക്കാൻ സാധിക്കുക. ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടാകാൻ അത് നമുക്ക് കാരണമായേക്കും പ്രിയപ്പെട്ടവരെ. ഇനിയോ, അദ്ദേഹം ധാരാളം അടിമകളെ മോചിപ്പിച്ച സഹാബിയായിരുന്നു. ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു എന്ന് മാത്രമല്ല, ഒരുപാട് അടിമകളെ അദ്ദേഹത്തിന്റെ അധ്വാനത്തിൽ നിന്നുള്ള മുഴുവൻ തുകകളും നൽകിക്കൊണ്ട്
അദ്ദേഹം ഒരുപാട് അടിമകളെ മോചിപ്പിച്ച സഹാബിയായിരുന്നു എന്ന് ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബിലാൽ ഇബ്നു റബാഹയും ആമിർ ഇബ്നു ഫുഹൈറയും എല്ലാം ആ മോചിക്കപ്പെട്ട അടിമകളിൽ ചരിത്രത്തിൽ പ്രധാനികളായിരുന്നു. ഇനിയോ നന്മയിൽ മുന്നേറിയ സഹാബിയായിരുന്നു. അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമൻ. ഒരിക്കൽ സഹാബാക്കളോടൊപ്പം അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്ന സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് ആരെങ്കിലും നോമ്പ് നോറ്റവരുണ്ടോ? ഖാല അബൂബക്കർ അന. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഇന്ന് നോമ്പുകാരനാണ്. പ്രവാചകന്റെ അടുത്ത ചോദ്യം, ഫമൻ തബിഅ മിൻകുമുൽ യൗമൽ ജനാസ. ഇന്ന് ഏതെങ്കിലും ജനാസയെ, നിങ്ങളുടെ കൂട്ടത്തിലെ ഏതെങ്കിലും മയ്യത്തിനെ പിന്തുടർന്ന ആരെങ്കിലും ഇന്നുണ്ടോ? മഹാനായ സഹാബിവര്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ ഇന്നൊരു ജനാസയെ അനുഗമിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ അടുത്ത ചോദ്യം, ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനൻ. ഇന്ന് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? സഹാബാക്കൾ ഇങ്ങനെ പരസ്പരം നോക്കുമ്പോൾ അത് എഴുന്നേറ്റ് നിൽക്കുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, റസൂലല്ലാഹ്, അന, ഞാൻ ഇന്ന് പാവപ്പെട്ട മിസ്കീന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. പ്രവാചകന്റെ അടുത്ത ചോദ്യം, ഫമൻ ആദ മിൻകുമുൽ യൗമ മരിയൻ. ആരെങ്കിലും രോഗികളായ ആരെയെങ്കിലും സന്ദർശിച്ചവർ നമ്മുടെ കൂട്ടത്തിൽ ഇന്നുണ്ടോ? എന്നിട്ട് നിന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അന, അതെ റസൂലേ, ഞാൻ ഇന്ന് രോഗിയായ ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട് ഇന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിനോട് ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതെല്ലാം മാ ജമാഅതന മജ്തമഅന ഫീ ഇംരിൻ ഇല്ലാ ദഖലൽ ജന്ന. എല്ലാം ഈ പറഞ്ഞതെല്ലാം ഒരാളിൽ ഒരുമിച്ച് കൂടിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ പറഞ്ഞ 4 റസൂലുള്ളാഹിന്റെ 4 ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ട് 4ഉം വേണ്ട, ഒന്ന് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ചു. ഒന്ന് നമുക്കൊരിക്കൽ, ഇനി ഇതിന് സിറ്റുവേഷൻ ഇല്ലാഞ്ഞിട്ടാണോ? നോമ്പ് നോൽക്കാനുള്ള സാധ്യതകൾ ഇല്ലാഞ്ഞിട്ടാണോ? അവസരങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. ദരിദ്രനെ സഹായിക്കാൻ ദരിദ്രന്മാരില്ലാഞ്ഞിട്ടാണോ? അല്ല. രോഗികളെ സന്ദർശിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ രോഗികളില്ലാഞ്ഞിട്ടാണോ? അതുമല്ല. ആലോചിച്ച് നോക്ക്, മിസ്കീനിനെ സഹായിക്കാൻ, അതുപോലെ തന്നെ നമ്മൾ ഒരു ജനാസ പിന്തുടരാൻ നാട്ടിൽ മരണമില്ലാഞ്ഞിട്ടാണോ? അതുമല്ല. എല്ലാമുണ്ട്. എന്നത്തേക്കാ അധികം ഇതെല്ലാം നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷെ എന്താണ്? നമുക്ക് നേരമില്ല എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇതെല്ലാം തന്നെ മജ്തമഅന ഫിംറിഇം, എന്താണ്? ഇല്ലാ ദഖലൽ ജന്ന. ഇതെല്ലാം ഒരാൾക്ക് ഒരുമിച്ച് വന്നാൽ, ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വർഗം കിട്ടാതിരിക്കില്ല എന്നാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പ്രവാചകൻ നിർവഹിച്ചിരുന്ന ചില ഡ്യൂട്ടികൾ, അദ്ദേഹം ചെയ്തിരുന്ന ചില നേതൃത്വങ്ങൾ, ആ പദവിയിലേക്ക് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. മുറു അബൂബക്കറിൻ ഫൽയുസല്ല ബിന്നാസ്. പിൽക്കാലത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കാൻ വേണ്ടി സഹാബാക്കൾ തെളിവ് വിളിച്ചത് ഈ സംഭവമായിരുന്നു. റസൂലുള്ളാഹ് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അബൂബക്കർ സിദ്ദീഖിനെയായിരുന്നു ഈ പറഞ്ഞ പോലുള്ള ചില സംഭവങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ റസൂലുള്ളാഹി സെലക്ട് ചെയ്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയല്ലേ എന്ന് ചർച്ച ചെയ്തിട്ടാണ് ഖിലാഫത്ത് നൽകുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആദ്യമായി അവർ തെരഞ്ഞെടുത്തത്. ഇനിയോ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ഇസ്ലാമിനെ സഹായിച്ച സഹാബിയാണ്. തബൂക്ക് യുദ്ധ സമയത്ത് എല്ലാവരോടും നിങ്ങളെല്ലാം സഹായിക്കണമെന്ന് പറഞ്ഞ സമയത്ത് വീട്ടിലുള്ളതെല്ലാം കൊണ്ടുപോയി കൊടുത്ത് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവും റസൂലുമല്ലാത്ത ഒന്നുമില്ല എന്റെ കയ്യിൽ എന്ന് പറഞ്ഞ് സഹാബാക്കളെ അമ്പരിപ്പിച്ച സഹാബിയാണ്. ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും സാമ്പത്തികമായി സഹായിക്കണം, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ സമയത്ത് ഇത്തവണ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലെത്തണമെന്ന് വിചാരിച്ച് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സമ്പന്നതയുടെ ഒരു വലിയ ശേഖരവുമായിട്ട് വരുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ അടുക്കൽ കൊണ്ടുപോയി വെച്ചു. പ്രവാചകനും സഹാബാക്കളും ഉമർ ഇബ്നുൽ ഖത്താബ് കൊണ്ടുപോയി വെച്ച സമ്പാദ്യങ്ങൾ കണ്ടാകെ ഞെട്ടി. ഉമർ ഖത്താബിനോട് ചോദിച്ചു, അല്ല ഉമറേ, ഇത്രയും സാധനങ്ങൾ, ഇത്രയും ശേഖരങ്ങൾ ഇവിടെ എത്തിച്ച താങ്കളുടെ കയ്യിൽ ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇത്ര തന്നെ ഇനിയും ഉണ്ട് എന്റെ കയ്യിൽ എന്നാ പറഞ്ഞു. അടുത്ത ഊഴം അബൂബക്കർ സിദ്ദീഖിന്റെതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി വെച്ചു.
അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതും കൊണ്ടുപോയി വെച്ചപ്പോൾ ഉമർ ഖത്താബ് എന്നോട് ചോദിച്ച അതേ ചോദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂൽ ചോദിച്ചു. അള്ളാന്റെ റസൂലിന് ചോദിക്കുകയാണ്, അബൂബക്കറെ ഇനി എന്തെങ്കിലും ഉണ്ടോ വീട്ടിൽ, എല്ലാം കൊണ്ടുവന്നതല്ലേ, കംപ്ലീറ്റ് ഇങ്ങോട്ട് എടുത്തതല്ലേ എന്ന് ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബ് പറഞ്ഞതുപോലെ കുറച്ച് അവിടെ ഉണ്ട് എന്നായിരുന്നു സഹാബാക്കളും നമ്മളുമൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാന്റെ റസൂലേ, അള്ളാഹുവാണ് സത്യം, അള്ളാഹുവും താങ്കളുമാണ് ഇനി എന്റെ കയ്യിൽ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം ഞാനിത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവിടെയും സഹാബാക്കളെ അമ്പരിപ്പിച്ച് മുൻപന്തിയിലെത്തിയത് മഹാനായ ഈ സഹാബിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ആലോചിക്കേണ്ടത് അവിടെയാണ്. എവിടെ നിൽക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ നമ്മളെല്ലാം എന്ന് നമ്മൾ ഈ ഇത്ര കണ്ടൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, മാ നഫഅനി മാലുൻ ഖത്തു മാ നഫഅനി മാലു അബൂബക്കറിൻ. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്ത് ഉപകാരപ്പെട്ടതുപോലെ മറ്റൊരാളുടെയും സമ്പത്ത് ഉപകാരപ്പെട്ടിട്ടില്ല. അത്ര കണ്ട് അത്യാവശ്യം വരുന്ന ഘട്ടങ്ങളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദീനുൽ ഇസ്ലാമിനെ സഹായിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖിന്റെ സമ്പത്ത് ഉപകാരപ്പെട്ടതുപോലെ മറ്റൊരാളുടെയും സമ്പത്ത് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ പറ്റി പ്രവാചകൻ ഒരിക്കൽ പറയുകയുണ്ടായി. ഇനിയോ പ്രിയപ്പെട്ടവരെ, ഈ സഹാബത്ത് സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും പ്രവേശിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വസയുജന്നബുഹൽ ലത്ഖ അല്ലദി യുതി മാലഹു യതസക്ക വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ ഇല്ല ബിതിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല വലസൗഫ യർള. ഈ ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഇറങ്ങിയത് എന്നാണ് അതിന്റെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കുന്നത്. എല്ലാ യുദ്ധങ്ങളിലും പ്രവാചകന്റെ കൂടെ നടന്നിരിക്കുന്ന എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത വ്യക്തിയായിരുന്നു. ഹിജ്റ 13 63ാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മദീനത്ത് വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. രോഗം കഠിനമായ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, മരിക്കുന്നതിന് 15 ദിവസം മുമ്പ് തന്നെ രോഗം ബാധിച്ചു. സഹാബാക്കൾ ഡോക്ടറെ വിളിക്കാമെന്ന് പറഞ്ഞു. അടുത്ത ഖലീഫ ആരായിരിക്കണമെന്ന് സഹാബാക്കളോട് അദ്ദേഹം കൂടിയാലോചനകൾ നടത്തി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ വിളിച്ചു വരുത്തി. എന്താണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമെന്ന് അദ്ദേഹം ആരാഞ്ഞു. ഉമർ ഖത്താബിനെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? ആ സമയത്ത് വളരെ വലിയ ശ്രേഷ്ഠതയുള്ള വ്യക്തിയാണ്, പക്ഷെ അല്പം കാർക്കശ്യം അദ്ദേഹത്തിനുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ഞാനും നബിയും ഉള്ളപ്പോൾ മാത്രമാണ്. ഇനി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. എന്താണ് ഉമർ ഇബ്നു ഖത്താബിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഉമർ അല്ലെങ്കിൽ നിങ്ങളായിരിക്കും എന്റെ പിൻഗാമി എന്ന് അദ്ദേഹം പറഞ്ഞു. പലരുമായും ചർച്ച നടത്തി. ഒടുവിൽ അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ആണ് അടുത്ത ഖലീഫ എന്ന് വസിയത്ത് എഴുതിച്ചു. വസിയത്ത് എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടെ അടുത്ത ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് എഴുതി ചേർത്തു. ബോധം വന്ന സമയത്ത് എന്താണ് എഴുതിയത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. വായിച്ചു കൊടുത്തപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് തന്നെയാണ് താങ്കൾ എഴുതിയിരിക്കുന്നത് സഹാബത്തെ എന്ന് അദ്ദേഹം പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് കാര്യം പറഞ്ഞ് അദ്ദേഹം അംഗീകരിച്ചില്ല. ഇതെന്റെ കൽപ്പനയാണ് എന്ന് അദ്ദേഹം പ്രതികരിച്ചു. ഒടുവിൽ അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തു. ഇനിയോ തെറ്റായ 3 നിരീക്ഷണങ്ങൾ, സഹോദരങ്ങളെ ചരിത്രങ്ങളിൽ അടയാളപ്പെടുത്തിയ തെറ്റായ 3 നിരീക്ഷണങ്ങളുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നിരീക്ഷണങ്ങളിൽ 3 കാര്യങ്ങൾ തെറ്റിയിട്ടില്ല. ഒന്ന്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൾ പറഞ്ഞത്, ഖാലത്തി ഇഹ്ദാഹുമാ യാ അബതി ഇസ്തഅജിർ ഇന്ന ഖൈറ മൻ ഇസ്തഅജറത്തിൽ ഖവിയ്യുൽ അമീൻ. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളെ അവർ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് സഹായിക്കുന്ന ഒരു ഘട്ടം പറയുന്നുണ്ട്. തങ്ങളുടെ കാലികളെ മേയ്ക്കാൻ അതിൽ ഈ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റിയിട്ട് വീട്ടിലെത്തിയ സമയത്ത് ആ 2 പെൺകൊടിമാരിൽ ഒരാൾ പരിചയപ്പെടുത്തിയത് പരിശുദ്ധ ഖുർആൻ ആയത്തിൽ പ്രത്യേകം കോട്ട് ചെയ്തു. ഒരു സ്ത്രീ പറഞ്ഞ, ഒരു പ്രവാചകന്റെ മകള് പറഞ്ഞ ഒരു വാക്കിനെ പരിശുദ്ധ ഖുർആനിൽ ആയത്തായിട്ട് ഇന്ന് നമ്മൾ ഓതുകയാണ്. അത്രയും ലോകത്തിന് ഉപകരിക്കുന്ന വലിയ 2 സിദ്ധാന്തങ്ങളാണ് ആ ആയത്തിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കാലത്ത് ഇഹ്ദാഹുമാ യാ അബതി ഇസ്തഅജിർ ഇന്ന ഖൈറ മൻ ഇസ്തഅജറത്തിൽ ഖവിയ്യുൽ അമീൻ. അദ്ദേഹം തങ്ങളുടെ കാലികളെ മേയ്ക്കാൻ കൊള്ളാവുന്ന ഒരു കൂലിക്കാരനെ കിട്ടുന്നത് ആ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ആശ്വാസകരമായിരുന്നു. അതുകൊണ്ട് തന്നെ അല്പമാത്രമായ പരിചയത്തിൽ നിന്ന് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവര് എന്ത് ചെയ്യാണ്, ആരോഗ്യവാനും സത്യസന്ധനുമാണെന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ
അദ്ദേഹത്തെ കൂലിക്കാരനായി നിശ്ചയിച്ചാൽ നല്ലതാണ്, നമുക്ക് സഹായിയായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തോളി ബാപ്പ എന്ന് ഈ കുട്ടികൾ വാപ്പനോട് പറഞ്ഞു. കൂലിക്കാരനായി ഉണ്ടായിരിക്കേണ്ട 2 പ്രധാന ഗുണങ്ങൾ ആ സ്ത്രീരത്നം ചൂണ്ടിക്കാട്ടിയത് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഏത് വകുപ്പിൽപ്പെട്ടാൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ഏത് വകുപ്പിൽപ്പെട്ട ജോലിക്കാരനായാലും ഉദ്യോഗാർത്ഥിയായാലും കൂലിവേലക്കാരനായാലും ഈ 2 ഗുണങ്ങൾ അയാൾക്ക് നിർബന്ധമാണ്. അത് ഉദ്യോഗസ്ഥനാവട്ടെ, മേലുദ്യോഗസ്ഥനാവട്ടെ, താഴേക്കിടയിലിരിക്കുന്ന തൊഴിലാളിയാവട്ടെ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്ന ഖൈറ മനിസ്തഅജറത്തിൽ ഖവിയുൽ അമീൻ എന്നാണ്. ഖവിയുൻ അമീനും, വിശ്വസ്തനും കഴിവുള്ളവനുമായിരിക്കുക എന്നത് സ്വാർത്ഥ താല്പര്യങ്ങളുടെയും അഴിമതിയുടെയും കുള്ളരുതായ്മയുടെയും ഒക്കെ സങ്കേതങ്ങളാണ് പലപ്പോഴും ഈ തൊഴിൽ മേഖല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാറ്റിന്റെയും യഥാർത്ഥ കാരണം ഈ 2 കാര്യങ്ങൾ സൂക്ഷിക്കാത്തത് എന്നാണ് അതിനെപ്പറ്റി പഠിച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുക. കൂലിക്ക് വിളിക്കുന്നവരിൽ വെച്ച് നല്ലവൻ മിടുക്കനും വിശ്വസ്തനുമാണ് എന്ന അവളുടെ തത്വം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നാട് അവഗണിച്ചിരിക്കുകയാണ്. ഏതൊരാളെ നമ്മൾ എന്തൊരു കച്ചവടത്തിന് കൂട്ടുമ്പോഴും തൊഴിലാളിയായി സെലക്ട് ചെയ്യുമ്പോഴും ഒന്നുകിൽ അയാൾ വിശ്വസ്തനായിരിക്കും, നമ്മുടെ കുടുംബക്കാരനായിരിക്കും, നമ്മുടെ പ്രിയപ്പെട്ട ആളായിരിക്കും, പക്ഷെ അയാൾക്ക് കഴിവുണ്ടോ എന്ന് നമ്മൾ പരിഗണിക്കില്ല. അല്ലെങ്കിൽ നല്ല കഴിവുള്ള ഒരാളെ കണ്ടാൽ അയാള് വിശ്വസ്തനല്ല എന്ന് നമുക്കറിയാം, പക്ഷെ കഴിവുള്ള കാരണത്താൽ നമ്മൾ എന്ത് ചെയ്യും? അയാളെ നമുക്ക് വിശ്വാസം പഠിപ്പിക്കാം, അല്ലെങ്കിൽ അയാളെ സത്യസന്ധനാക്കാം, അല്ലെങ്കിൽ അയാളാകും, CCTV ക്യാമറയുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് അമീനല്ലാത്ത ഒരാളെ നമ്മൾ ഒരു പക്ഷേ നമ്മുടെ കച്ചവടത്തിന് തൊഴിലാളിയായിട്ട് കൂട്ടും. ഇപ്പൊ എന്താ സംഭവിക്കുക? അയാൾ കഴിവുള്ള പണിക്കാരനായിരിക്കും, പക്ഷെ വിശ്വസ്തനാകില്ല. ഇത് 2 പരിഗണിക്കാത്തതാണ് മിക്ക സ്ഥലങ്ങളിലും ഈ പറഞ്ഞ അപകടങ്ങൾക്ക് കാരണം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ പ്രാപ്തിയും കഴിവുമുള്ളവനാണോ എന്ന് ഒന്നാമതായി പരിശോധിക്കുക എന്നതാണ്. അയാൾക്ക് ബിരുദമോ ഈ സാക്ഷ്യപത്രമോ ഉണ്ടോ എന്നതല്ല ആദ്യം പരിഗണിക്കേണ്ടത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലിക്ക് അയാൾ പ്രാപ്തനാണോ? അതോടൊപ്പം ഏറ്റവും പ്രധാനമായും അയാൾ വിശ്വസ്തനാവുക എന്നത് നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരാളുടെ കക്ഷിയോ അല്ലെങ്കിൽ സ്വാധീനമോ തന്റെ പാർട്ടിയിൽപ്പെട്ടവനാണോ എന്നതൊന്നുമല്ല ഇതിന് പലപ്പോഴും നമ്മൾ മാനദണ്ഡമാക്കേണ്ടത്. വിശ്വാസിയാണ്, കഴിവില്ല എങ്കിലും പ്രശ്നമാണ്. കഴിവുണ്ട്, വിശ്വാസിയല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിമാണെന്നല്ല കേട്ടോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സത്യസന്ധനാകുക എന്നത്, സത്യസന്ധനായ ഒരു മനുഷ്യൻ കഴിവുള്ളവനും കൂടിയാണെങ്കിൽ അയാൾക്ക് ഈ ജോലിയിൽ പ്രാപ്തിയുണ്ട് എന്ന ആ ഒരു വല്ലാത്ത നിയമമാണ് സുബ്ഹാനല്ലാഹ് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നെ. ജോലിക്കാരൻ കഴിവുള്ളവനും വിശ്വസ്തനും ഖവിയുൻ അമീനുമായിരിക്കുക എന്ന തത്വം ഇത്രയും പ്രാധാന്യമർഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് കേവലം ആ സ്ത്രീയുടെ വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബിൽഖീസിന്റെ സിംഹാസനം ആരാണ് കൊണ്ടുവരിക എന്ന് അന്വേഷിച്ചപ്പോൾ അങ്ങുന്ന് ഈ സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് പോകും മുമ്പ് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ ജിന്നുകൾ പറയുകയുണ്ടായി വ ഇന്നി അലൈഹി ലഖവിയുൻ അമീൻ. ഖുർആനിൽ അത് പറയുന്നുണ്ട്, ഞാൻ അതിന് കഴിവുള്ളവനും വിശ്വസ്തനുമാണ് എന്ന്. നാം മനസ്സിരുത്തേണ്ടതിനും അതുപോലെ തന്നെ അനുഷ്ഠാനത്തിൽ കൊണ്ടുവരേണ്ടതിനും വേണ്ടി പലരുടെയും വാക്കുകൾ ഇതുപോലെ ഖുർആനിൽ ഓരോ സന്ദർഭങ്ങളിൽ അല്ലാഹു ഉദ്ധരിച്ചതായിട്ട് കാണാൻ സാധിക്കും. പിതാവ് മകളുടെ ശുപാർശ സ്വീകരിച്ചു എന്ന് മാത്രമല്ല അതിനേക്കാൾ ഉപകാരമുള്ള വലിയൊരു സ്ഥാനവും കൂടി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകി. എന്താ? അദ്ദേഹം തന്റെ മകളിൽ ഒരാളെ നിനക്ക് വിവാഹം കഴിച്ചു തരാം, ഒരു നിശ്ചിതമായ ഒരു കാലഘട്ടത്തെ ജോലിയുടെ സേവനത്തിന്റെ ബദൽ മഹറായി നിശ്ചയിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? തന്റെ കുട്ടികളിൽ ഒരാൾക്ക് നിക്കാഹ് ചെയ്തു തരാമെന്നുള്ള ഒരു കണ്ടീഷൻ കൂടി അവിടെ പറയുന്നുണ്ട്. അതായത് വിശ്വസ്തനും അമീനുമാവുക എന്നത് പ്രിയപ്പെട്ടവരെ ഈ മൂസാ നബിക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല. നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു വിഷയത്തിൽ കഴിവുള്ളവനാണെങ്കിൽ എല്ലാ വിഷയത്തിലും എല്ലാ മേഖലകളിലും സത്യസന്ധത നിലനിർത്തുക എന്നത് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. 3 നിരീക്ഷണങ്ങളിൽ ഒരിക്കലും തെറ്റാത്തൊരു നിരീക്ഷണമായിരുന്നു അത്. ഇനിയോ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ. വഖാല അല്ലദീ ഇസ്തറാഹു മിൻ മിസ്ര ലിംറഅതിഹി അക്രിമി മസ്വാഹു അസാ അൻ യൻഫഅന ഔ നത്തഖിദഹു വലദ. പരിശുദ്ധ ഖുർആൻ അത് പ്രത്യേകം യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി പരിശുദ്ധ ഖുർആനിലെ സൂറത്തു യൂസുഫിൽ പ്രത്യേകം പറഞ്ഞത് കാണാം. അതേപോലെ തന്നെയാണ് മൂന്നാമതായി എണ്ണിയിട്ടുള്ളത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബിനെ ഖിലാഫത്ത് ഏൽപ്പിച്ചത്. ഇത് 3 എന്തായിട്ടില്ല, തെറ്റിപ്പോയിട്ടില്ല. സമയത്തിന്റെ കുറവ് മൂലം ഞാൻ ചുരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഒന്നുകൊണ്ട് മരണവുമായി ബന്ധപ്പെട്ട കവിത ചൊല്ലിയപ്പോ അദ്ദേഹം പറഞ്ഞു, മരണം ലഹരിയാണ്, യാഥാർത്ഥ്യവും കൊണ്ടുവരുന്നതാണ്. ഈ മരണലഹരി യാഥാർത്ഥ്യവും കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് തന്നെ യാതൊന്നിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നുവോ അതത്രേ ഇത് എന്ന് അത് പറയപ്പെടുകയും ചെയ്യും.
ആയിഷ റളിയല്ലാഹു അൻഹുവിന് നൽകിയ തോട്ടം അനന്തരാവകാശത്തിലേക്ക് ഈ അവസാന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നീട്ടിവെക്കാൻ ആവശ്യപ്പെട്ടു. ഭാര്യ അസ്മാ റളിയല്ലാഹു അൻഹുവിനോട് മയ്യത്ത് കുളിപ്പിക്കണമെന്ന് വസിയത്ത് ചെയ്തു. അവർ തന്നെയാണ് അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിച്ചത്. സഹായിയായി കൂടാൻ പറഞ്ഞത് തന്റെ മകൻ അബ്ദുറഹ്മാനാണ്. മരണസമയത്ത് എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ എന്ന് സദാസമയത്തും പ്രാർത്ഥിക്കുന്ന സഹാബിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തവഫനി മുസ്ലിമൻ വഅൽഹിഖനി ബിസ്വാലിഹിൻ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ 50, 60, 70 ഒക്കെ വയസ്സുള്ള ആളുകളുണ്ട് എന്റെ ഖുതുബ കേൾക്കുന്ന പലരും. നമ്മളെല്ലാവരും നമ്മുടെ വാപ്പയുടെ പ്രായം അല്ലേ? ആലോചിച്ച് നോക്ക്, 50, 60 വയസ്സ് വരെ നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക. എന്നിട്ട് അവസാന സമയത്ത് എന്ത് ചെയ്യാണ്? എന്തെങ്കിലും ചെറിയ നിസ്സാരമായ കാരണം കൊണ്ട് പള്ളികളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അതേപോലെ വിശ്വാസത്തിൽ വൈകല്യം വരുന്നവരുണ്ട്, സ്വഭാവത്തിൽ ദൂഷ്യത കയറി വരുന്നവരുണ്ട്. കാലം വരെ 10-60 കൊല്ലം സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത പാലിച്ച ആളുകൾ നരബാധിച്ച് വയസ്സായ സമയത്ത് സാമ്പത്തികമായ ക്രമക്കേടുകൾ നടത്താറുണ്ട്. അത്രയും കാലം ചാരിത്രശുദ്ധി സൂക്ഷിച്ച് ജീവിച്ച് വലുതായ ആളുകൾ വയസ്സായ കാലത്ത്, കേവലം വയസ്സന്മാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്, യുവാക്കളെ നമ്മളും ശ്രദ്ധിക്കുക. 40, 45 വർഷം വരെ ഇസ്ലാമിന്റെ എല്ലാ തത്വങ്ങളും കണിശമായി മുറുകെ പിടിച്ചിട്ട് 45 മുതൽ അങ്ങോട്ടുള്ള യാത്രയിൽ ഈ പറഞ്ഞ ഒരുപാട് തോന്നിയാസങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട്. എന്താ സംഭവിക്കുക? നമ്മളെ മരണം പിടികൂടുമ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു എന്നാണ് അള്ളാഹു നോക്കുക. അത്രയും കാലം ചെയ്തു വെച്ചത്, എത്രയും കാലം സൂക്ഷിച്ച ആ സൂക്ഷ്മത കേവലമായ നിസ്സാരമായ സംഗതികളിൽ വെച്ച് നശിച്ചു പോകുന്ന അവസ്ഥകൾ വരാറുണ്ട്. ഏതൊരു വിഷയത്തിലും വർഗീയതയുടെ, ഭീകരതയുടെ, തോന്നിവാസങ്ങളുടെ, ലഹരിയുടെ, മദ്യത്തിന്റെ, വ്യഭിചാരത്തിന്റെ, പലിശയുടെ ഒക്കെ മേഖലകൾ നോക്കുക. ഒരുപാട് കാലം പലിശയുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തിയ ആളുകൾ കുറച്ച് സമ്പന്നനാകണമെന്ന് വിചാരിക്കുമ്പോൾ, പണമുണ്ടാക്കണമെന്ന് വിചാരിക്കുമ്പോഴാണ് പല ചങ്ങാതിമാരും യുവാക്കളും ലഹരിയുടെ പിന്നാലെ പോകുന്നത്. ഏറ്റവും വേഗത്തിൽ അധികം അധ്വാനിക്കാതെ പണമുണ്ടാക്കാനുള്ള മാർഗം എന്തെന്ന് അവർ സെർച്ച് ചെയ്യുമ്പോൾ അവർ കാണുന്നത് ഏതെങ്കിലും ഒരു ചെറിയ പൊതി കുറെ ചെറിയ പൊതികളായി ആവശ്യക്കാർക്ക് അതിൻ്റെതായ ഡിമാൻഡിൽ വിൽക്കപ്പെട്ടാൽ എനിക്ക് പണം കൊയ്യാമെന്ന വിചാരത്തിലാണ് പല ആളുകളും ലഹരിക്കടിമപ്പെടാറുള്ളത്. അതുപോലെ തന്നെയാണ് പല ആളുകളും വേഗത്തിൽ പണം കണ്ടെത്താനാണ് പല ആളുകളും വ്യഭിചാരത്തിൽ ഏർപ്പെടാറുള്ളത്. വേഗത്തിൽ പണം പെരുപ്പിക്കാനാണ് പല ആളുകളും പലിശയിൽ പെട്ടുപോകാറുള്ളത്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ നമ്മൾ ജാഗ്രത പുലർത്തേണ്ട ഒരു മേഖല അതാണ്. ഒരുപാട് കാലം മാതാപിതാക്കൾ ജീവനോടെയുള്ള കാലം തഖ്വയോടുകൂടി ജീവിക്കുകയും മാതാപിതാക്കളുടെ മരണശേഷം ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത കാലം നോക്കി നമ്മൾ വഴികേടിലാവുകയും ആ വഴികേടിലായ സമയത്താണ് നമ്മൾ മരണപ്പെടുകയും ചെയ്യുക എന്നത് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ നഷ്ടമാണ്. ആ ദുരന്തത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الانسان ما لم يعلم ايها الناس اتقوا الله عباد الله اوصيكم واياي ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് സത്യവിശ്വാസികളായി ജീവിക്കുന്നതിൽ എവിടെയൊക്കെയും ശ്രദ്ധിക്കാനുണ്ടോ അവിടെയൊക്കെയും ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഏത് സമയത്തും മുസ്ലിമായി ജീവിക്കുക എന്ന പ്രാർത്ഥനയോടുകൂടിയിട്ടായിരിക്കണം നമ്മളെല്ലാവരും മുന്നോട്ട് പോകേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഈ ഖുതുബയിൽ ഉൾപ്പെടുത്താൻ കാരണം ഒരുപാട് വലിയ കഥകളും ചരിത്രങ്ങളും സംഭവങ്ങളും പറയാനുള്ള പ്രിയപ്പെട്ട സഹാബിയെ പറ്റി ചുരുക്കിയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കുക നമ്മളെല്ലാവരും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട് വിട്ടു പോകുന്ന സമയത്ത് ആ നാട്ടുകാരൻ പറയുന്നുണ്ട്, അല്ല അബൂബക്കറെ, നിങ്ങൾ നാട് വിട്ടു പോകരുത്, നിങ്ങൾ ഈ നാട് വിട്ടു പോയാൽ നല്ലൊരു മനുഷ്യൻ പിന്നെ നാട്ടിലുണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇവിടം വിട്ടു പോയാൽ ഇവിടെ പിന്നെ ആരാണ് ഉണ്ടാവുക? ഒരു മാന്യനായ, ആദരിക്കാൻ പറ്റിയ, വിശ്വസിക്കാൻ കൊള്ളുന്ന ആരാണ് ഈ നാട്ടിൽ ഉണ്ടാവുക എന്നാണ് ആ നാട്ടുകാരൻ ചോദിച്ചത്. ആലോചിച്ച് നോക്ക്, നമ്മൾ നാട് വിട്ടു പോകുമ്പോഴോ നമ്മളെ ബാഗ് എടുത്തിട്ട് വണ്ടിയിൽ വെച്ചിട്ട് വേഗം പൊയ്ക്കോളി എന്നാ പറയാ. കാരണം എന്താ? അത്രയും ഷെർ അയൽവാസിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും നമ്മൾ. അത്രയും അനുകമ്പ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അത്രയും വിശ്വാസം നഷ്ടപ്പെട്ടു. അതായത് വേദന ഇല്ല, ആർക്കും വേദനയില്ല. അങ്ങനെയാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കുന്ന അവസ്ഥയിലേക്കാണ്. ഒരു തൊഴിലാളി ഞാൻ പോവാന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറയുന്ന അവസ്ഥയിലാണുള്ളത്, അല്ലെ? ആർക്കൊരു വേദനയില്ല. ഒരുപാട് കാലം ശമ്പളം തന്ന മുതലാളി മരണപ്പെട്ടാൽ സാധനം പോയല്ലോ എന്ന് പറയുന്നിടത്തേക്കാണ് തൊഴിലാളിയുടെ സ്നേഹം കിടക്കുന്നത്. അങ്ങനെ എന്തും ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, മുമ്പ് കാലത്ത് നമ്മളെ സഹായിച്ചിരുന്ന കൈകളായിരിക്കും പിൽക്കാലത്ത് വന്ന ഏതെങ്കിലും ഒരു വാക്കിന്റെ വിദ്വേഷത്തിന്റെ പേരിൽ ആ മനുഷ്യനെ നമ്മൾ എന്ത് ചെയ്യാണ്? പിന്നെ ഒഴിവാക്കുകയാണ് നമ്മുടെ മനസ്സിൽ നിന്ന്. ഒരുപാട് കാലം കൂടെ നടന്ന മനുഷ്യന്മാരെ പറ്റി
പറയുന്നത് പോലും കേൾക്കുന്നത് പോലും അവരെ കാണുന്നത് പോലും അറപ്പായിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എഴുന്നേറ്റ് നിന്ന് നടന്ന് പിച്ച വെച്ച് വളർന്ന് വലുതായി നടന്ന് ഓടി കിടക്കുന്ന സമയത്തേക്ക് എത്തിയിരിക്കുന്ന ജീവിതത്തിന്റെ ഈ യാത്രയിൽ അതിന്റെ പിന്നിൽ നമ്മളെ സഹായിച്ച ഒരുപാട് കൈകളും മനുഷ്യരും ഉണ്ടാകും. അവരെപ്പറ്റി ഒരിക്കലും നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഏതൊക്കെ സമൂഹത്തിൽ ഏതൊക്കെ നാട്ടിൽ നമ്മൾ ജീവിക്കുന്നുവോ എല്ലാ നാട്ടിൽ നിന്നും നല്ലത് പറയിപ്പിക്കുക എന്നതൊരു വലിയ ഘടകമാണ്. നിങ്ങൾ നോക്ക്, ബാംഗ്ലൂരിൽ ജീവിക്കുമ്പോൾ ചിലപ്പം ബാംഗ്ലൂരിലെ കൂട്ടുകാരും അയൽവാസികളും പറയും സൂപ്പർ മനുഷ്യനാണ്. നാട്ടിൽ അന്വേഷിച്ചു നോക്കുക. നാട്ടിൽ അന്വേഷിച്ചു നോക്കുമ്പോഴോ അയാൾ സൂപ്പറാണെന്ന് കിട്ടണം. ഭാര്യ വീട്ടുകാരോട് അന്വേഷിക്കുമ്പോൾ അയാൾ സൂപ്പറാണെന്ന് കിട്ടണം. സഹപാഠികളോട് അന്വേഷിക്കുമ്പോൾ അത് നല്ലൊരു മോനായിരുന്നു എന്ന് കിട്ടണം. അധ്യാപകരോട് അന്വേഷിക്കുമ്പോൾ അതൊരു നല്ല വിദ്യാർത്ഥിയായിരുന്നു എന്ന് കിട്ടണം. കളിക്കൂട്ടുകാരോട് ചോദിക്കുമ്പോൾ അതൊരു നല്ല ചങ്ങാതിയായിരുന്നു എന്ന് കിട്ടണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിഖില മേഖലകളിലും ആളുകൾ അഭിപ്രായം പറയാൻ മാത്രമുള്ള സത്യസന്ധത കൈവരിച്ചുകൊണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും മേഖലകളിൽ കഴിവുകൾ വലുതാക്കി അതിന്റെ കഴിവുകൾക്ക് വേണ്ടി പരിശ്രമങ്ങൾ നടത്തി നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരുണത്തിൽ വ്യക്തിവിശുദ്ധിയോടുകൂടി ജീവിതം തീർക്കുന്ന, മുസ്ലിമായി കൊണ്ട് മരിക്കുന്ന, മുഅ്മിനായി കൊണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل على محمد وعلى آل محمد.